നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം, മാനവയുടെ ആമുഖം. കഴിഞ്ഞ എപ്പിസോഡിൽ ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ മാനവിക നീതി നാസിറിന്റെ ജീവിതത്തെ പൂർണ്ണമായും പിടിച്ചുലച്ചു. നാസിർ കൊല്ലാൻ ആഗ്രഹിച്ച കുട്ടിയുടെ പിതാവ് അവനോട് അഭൂതപൂർവമായ ഔദാര്യം കാണിച്ചു. ഇപ്പോൾ ജയിൽ മുറിയിൽ നാസിറിന്റെ ആത്മപരിശോധന ആരംഭിക്കുന്നു. അവനുള്ളിലെ ഉറങ്ങിക്കിടന്ന മനുഷ്യൻ ഉണർന്നിരിക്കുന്നു. അവൻ തന്റെ മതഭ്രാന്തിനെ ഒരു നിഷ്പക്ഷ മനോഭാവത്തോടെ നോക്കുന്നു. മുസൽമാൻ എവിടെ ഉറങ്ങുകയായിരുന്നു? നാസിർ സ്വയം ചോദിക്കുന്നു. അവൻ അനീതിയായി മുത്തലാഖ് ചൊല്ലി ഫിർദൌസിനെ വിജനമായ സ്ഥലത്ത് ഒറ്റക്കാക്കി പോകുമ്പോൾ അവനിലുള്ള ഈ മുസൽമാൻ എവിടെ ഉറങ്ങുകയായിരുന്നു? പശ്ചാത്താപം, പുരുഷനാണെന്ന അഹങ്കാരത്തിൽ അവൻ എന്തിനാണ് സ്ത്രീയെ കാലിലെ ചെരിപ്പുകൾ പോലെ കരുതിയത്? അവൻ എന്തിനാണ് തന്റെ ക്രൂരതകൾക്ക് മതത്തിന്റെ പേര് നൽകിയത്? ഫിർദൌസ് തന്റെ ഭർത്താവ് ഹരീഷ് ചന്ദ്രയിൽ നിന്ന് കഠിനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാത്തതിൽ നാസിർ അത്ഭുതപ്പെടുന്നു. അതിലുപരി ഹരീഷ് ചന്ദ്ര ഉദാരമായി അവനോട് ക്ഷമിച്ചു. ജഡ്ജിയുടെ അധികാരത്തിന്റെ ഈ ക്രിയാത്മകമായ ഉപയോഗം നാസിറിന്റെ ഹൃദയത്തിലെ സഹജമായ വിദ്വേഷത്തെ ഉരുക്കിക്കളയുന്നു. 28 വയസ്സിൽ തനിക്ക് ഇനിയും ഒരു ജീവിതം മുഴുവൻ ബാക്കിയുണ്ടെന്ന് നാസിർ മനസ്സിലാക്കുന്നു. അടുത്ത 6-7 മാസങ്ങൾക്കുള്ളിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം അവൻ തന്റെ തെറ്റായ അടിത്തറയെ നശിപ്പിക്കുകയും പുതിയൊരെണ്ണം സ്ഥാപിക്കുകയും ചെയ്യും. കാഫിറിനായുള്ള തിരച്ചിൽ. കാഫിർ, അവിശ്വാസി എന്ന് താൻ കരുതിയിരുന്ന ആളുകളുടെ ചിന്തകളെക്കുറിച്ച് നാസിറിന് ഇപ്പോൾ അറിയണം. തന്റെ ചിന്തയുടെ ദിശ തിരുത്താനുള്ള മാധ്യമമായി അവൻ ഹരീഷ് ചന്ദ്രജിയെ കണക്കാക്കുന്നു. സത്യസന്ധനായ ഹരീഷ് ചന്ദ്ര. നാസിർ എന്തിനാണ് ജയിലർക്ക് അപേക്ഷ എഴുതിയത്? അവൻ ആവശ്യപ്പെടുന്ന സാഹിത്യം എന്താണ്? പശ്ചാത്താപത്തിന്റെ ശക്തി, ഔദാര്യത്തിന്റെ മാന്ത്രികത, വഴിതെറ്റിയ ഒരു മനുഷ്യന്റെ ആത്മീയ മോക്ഷം, യഥാർത്ഥ മാനവികതയുടെ ധർമ്മത്തിലേക്ക് അവൻ നീങ്ങുന്നു. മാനവ പരിചയം എന്ന പരമ്പരയിൽ മാനവികതയുടെ തിരച്ചിൽ പൂർത്തിയായി. നിങ്ങൾ കേൾക്കും എപ്പിസോഡ് 10, ആത്മപരിശോധനയും ഹരീഷ് ചന്ദ്രനായുള്ള തിരച്ചിലും. ഫിർദൌസിന്റെ മുൻ ഭർത്താവ് നാസിർ കഴിഞ്ഞ 2.5 മുതൽ 3 വർഷത്തിനിടയിൽ ഫിർദൌസുമായുള്ള വിവാഹമോചനം, ഫിർദൌസിനെ ആക്രമിച്ചത്, അതിന്റെ ഫലമായുണ്ടായ ശിക്ഷ, അബ്ബുവിന്റെ മരണം തുടങ്ങിയ മോശം സംഭവങ്ങളാൽ ഉലഞ്ഞുപോയിരുന്നു. ഈ സാഹചര്യത്തിൽ താൻ ചെയ്ത കുറ്റത്തിന് ജഡ്ജി ഹരീഷ് ചന്ദ്ര പ്രതീക്ഷിച്ചതിലും മികച്ച വിധി നൽകിയത് നാസിറിനെ ചിന്താമഥനത്തിനും ആത്മപരിശോധനയ്ക്കും പ്രേരിപ്പിച്ചു. ഈ തവണ നാസിറിനെ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് തിരികെ കൊണ്ടുവന്നപ്പോൾ അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യൻ കോട്ടുവായിട്ട് ഉണർന്നു. നിഷ്പക്ഷ മനോഭാവത്തോടെ അവൻ തന്റെ മുൻകാല പ്രവൃത്തികളെ നോക്കാൻ തുടങ്ങി. അങ്ങനെ നാസിർ പലപ്പോഴും എന്തെങ്കിലും ഓർക്കും, തുടർന്ന് അതിനെക്കുറിച്ച് സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. നാസിറിന്റെ മുൻ ഭാര്യ ഫിർദൌസ് ഒരു കാഫിറിനെ, അവിശ്വാസിയെ വിവാഹം കഴിച്ചപ്പോൾ നാസിറിന്റെ മുസ്ലിം ഹൃദയം വളരെ ദുഃഖിതനായിരുന്നു. ഇപ്പോൾ നാസിർ സ്വയം ചോദിക്കുന്നു, താൻ അനീതിയായി മുത്തലാഖ് ചൊല്ലി ഫിർദൌസിനെ വിജനമായ സ്ഥലത്ത് ഒറ്റക്കാക്കി പോകുമ്പോൾ അവനിലുള്ള ഈ മുസൽമാൻ എവിടെ ഉറങ്ങുകയായിരുന്നു? യഥാർത്ഥ മുസൽമാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണെന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ ഭയപ്പെടുന്നു, നീതിയോടെ ജീവിതം നയിക്കുന്നു. നാസിർ വീണ്ടും ചോദിക്കുന്നു, താൻ ഫിർദൌസിന് ഈ നിസ്സഹായാവസ്ഥ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഫിർദൌസ് എന്തിനാണ് ഒരു കാഫിറിനെ പോയിട്ട് മറ്റൊരു മുസ്ലിമിനെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കുക? അയ്യോ, ഒരു കാഫിറുമായുള്ള ഫിർദൌസിന്റെ വിവാഹത്തിൽ വേദനിച്ച നാസിറിലുള്ള ആ മുസൽമാൻ തലാഖ് ചൊല്ലുന്നതിനു മുമ്പും ഉണർന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ദുഃഖകരമെന്നു പറയട്ടെ, അന്ന് നാസിർ ഒരു പുരുഷനാണെന്ന അഹങ്കാരത്തിൽ മതിമറന്നിരുന്നു. അക്കാലത്ത് അഹങ്കാരത്തിന്റെ സ്വാധീനത്തിൽ ഒരു പുരുഷന് തനിക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൻ ചിന്തിക്കുമായിരുന്നു. ഒരു പുരുഷന്റെ മുന്നിൽ ഒരു സ്ത്രീയുടെ പ്രാധാന്യം കാലിലെ ചെരിപ്പുകൾ പോലെ മാത്രമാണ്. മടുക്കുമ്പോൾ പുതിയ ചെരിപ്പുകൾ എടുക്കുക. ആത്മപരിശോധനയുടെ ഭാഗമായി നാസിർ തന്റെ മുൻ ഭാര്യ ഫിർദൌസിനോട് ചെയ്ത അതിക്രമങ്ങൾ ഓർത്തെടുക്കാറുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഇപ്പോൾ നിയമവിരുദ്ധമായ മുത്തലാഖ് ഉപയോഗിച്ചതാണ്. കടുത്ത ദേഷ്യത്തിൽ അവൻ ഫിർദൌസിനെ ഉപേക്ഷിക്കുക മാത്രമല്ല, വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സ്ഥലത്ത് ഒറ്റയ്ക്കാകുമ്പോൾ അവൾക്ക് എന്തെങ്കിലും മോശം സംഭവിക്കാമെന്ന് അവൻ ചിന്തിച്ചില്ല. അവന്റെ രണ്ടാമത്തെ അതിക്രമം, കോടതിയിൽ താൻ ചെയ്ത കുറ്റം കുറച്ചുകാട്ടാനുള്ള ശ്രമത്തിൽ ഒരാളുടെ വാക്കിനെ അടിസ്ഥാനമാക്കി ഫിർദൌസിനെ ചാരിത്ര്യഹീനയാണെന്ന് ആരോപിക്കാൻ ശ്രമിച്ചതാണ്. അവന്റെ മൂന്നാമത്തെ വലിയ തെറ്റ്, തന്റെ അബ്ബുവിന്റെ അസുഖത്തെ തുടർന്ന് ലഭിച്ച പരോളിൽ ഫിർദൌസിന്റെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുക എന്ന ഉദ്ദേശ്യത്തോടെ അവളെ ഒരു കടാര കൊണ്ട് ആക്രമിച്ചതാണ്. നാസിർ ചെയ്ത ഈ അതിക്രമങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഫിർദൌസിന് തന്റെ ഇപ്പോഴത്തെ ഭർത്താവായ ജഡ്ജി ഹരീഷ് ചന്ദ്രയെക്കൊണ്ട് നാസിറിന് കഠിനമായ ശിക്ഷ നൽകാൻ എളുപ്പത്തിൽ കഴിയുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തന്റെ യുവത്വത്തിന്റെ ഒരു വലിയ ഭാഗം ജയിലിൽ പാഴാക്കാൻ താൻ നിർബന്ധിതനാകുമായിരുന്നു എന്ന് നാസിർ ചിന്തിക്കുമായിരുന്നു. എന്നാൽ ഫിർദൌസ് അങ്ങനെ ചെയ്തില്ല എന്നതിൽ നാസിറിന് ആശ്ചര്യം തോന്നി. അത്ഭുതകരമെന്നു പറയട്ടെ,
ഫിർദൌസിന്റെ ഭർത്താവ് ജഡ്ജി ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ ഗർഭപാത്രത്തിലുള്ള തന്റെ സ്വന്തം കുഞ്ഞിനോടുള്ള നാസിറിന്റെ ദുരുദ്ദേശ്യം മനസ്സിലാക്കിയിട്ടും താൻ നൽകിയ നീതിയിലൂടെ നാസിറിനോട് ഒരു തരത്തിൽ ക്ഷമിച്ചു. നാസിറിനെതിരെ തന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് പരമാവധി ശിക്ഷ നൽകാൻ ഹരീഷ് ചന്ദ്രയ്ക്ക് കഴിയുമായിരുന്നു. എന്നാൽ അതിനുപകരം അദ്ദേഹം ഔദാര്യത്തോടെ അവന് പ്രതീകാത്മകമായ ഒരു നിസ്സാര ശിക്ഷ മാത്രമാണ് നൽകിയത്. ഹരീഷ് ചന്ദ്രയുടെ ഈ നീതിയാണ് മറ്റ് മതസ്ഥരോട് നാസിറിന്റെ ഹൃദയത്തിൽ സഹജമായി ഉണ്ടായിരുന്ന വിദ്വേഷം ഇപ്പോൾ ഉരുകിപ്പോകുന്നതായി അവന് അനുഭവപ്പെടാൻ കാരണമായത്. ഹൃദയത്തിൽ നടക്കുന്ന ആന്തരിക സംഘർഷത്തിനിടയിൽ തന്റെ പ്രായം ഇപ്പോൾ 28 നാസിറിന് തോന്നി. അടുത്ത 6-7 മാസങ്ങൾക്കുള്ളിൽ തന്റെ ശിക്ഷ പൂർത്തിയാകും. അപ്പോൾ തനിക്ക് ഒരു ജീവിതം മുഴുവൻ ബാക്കിയുണ്ടാകും. അപ്പോൾ അവന് ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ തന്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഉപയോഗപ്രദമാക്കുന്ന ദിശയിൽ പ്രവർത്തിക്കാൻ അവന് കഴിയും. തന്റെ പശ്ചാത്താപബോധത്തിൽ ഈ 6 മാസം തന്റെ ജീവിതത്തിന്റെ തെറ്റായ അടിത്തറയെ നശിപ്പിച്ച് വരാനിരിക്കുന്ന ജീവിതത്തിനായി പുതിയ അടിത്തറ തയ്യാറാക്കേണ്ട സമയമാണെന്ന് നാസിർ മനസ്സിലാക്കി. അപ്പോൾ ലോക ജനസംഖ്യയുടെ 75% വരുന്ന മറ്റാളുകൾ വായിക്കാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ തന്റെ വായനയിലും കേൾവിയിലും ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അവൻ അനുഭവിച്ചു. അതായത് കാഫിർ ആളുകൾ വായിക്കുന്നത്. അപ്പോൾ തന്റെ ചിന്തയുടെ ദിശ തിരുത്താനുള്ള മാധ്യമം ഹരീഷ് ചന്ദ്രജിയാണെന്ന ചിന്ത അവന് വന്നു. തന്റെ കേസിന്റെ വിചാരണയ്ക്കിടെ ഇതേ പേരിലുള്ള ഒരു സത്യസന്ധൻ, സത്യവാദി ഉണ്ടെന്ന് നാസിർ ആരോടോ കേട്ടിരുന്നു. ഇത് ഓർമ്മ വന്നപ്പോൾ താൻ ആദ്യം സത്യസന്ധനായ ഹരീഷ് ചന്ദ്രയുമായി ബന്ധപ്പെട്ട സാഹിത്യം വായിക്കുമെന്ന് അവൻ തീരുമാനിച്ചു. ഈ ആശയം നടപ്പിലാക്കാൻ സത്യസന്ധനായ ഹരീഷ് ചന്ദ്രയുമായി ബന്ധപ്പെട്ട പുസ്തകം വായിക്കാൻ തനിക്ക് ലഭ്യമാക്കണമെന്ന് നാസിർ ജയിലർക്ക് അപേക്ഷ എഴുതി. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം ആത്മപരിശോധനയും ഹരീഷ് ചന്ദ്രനായുള്ള തിരച്ചിലും. ഈ എപ്പിസോഡ് നാസിറിന്റെ മാനസിക പുനർജന്മത്തെ ചിത്രീകരിക്കുന്നു. ഹരീഷ് ചന്ദ്രയുടെ നീതി ക്ഷമയ്ക്ക് തുല്യം നാസിറിന്റെ ഹൃദയത്തിലെ വിദ്വേഷത്തിന്റെ മഞ്ഞിനെ ഒരുക്കുന്നു. അത് അവന്റെ ആത്മസാക്ഷാത്കാരത്തിന് തുടക്കമിടുന്നു. 1. ഇബാദത്തിന്റെ കടമയുടെ യഥാർത്ഥ ധാരണ. നാസിറിന്റെ സ്വയം ചോദ്യം ചെയ്യൽ അവന്റെ മൗലികവാദ ചിന്തയുടെ പതനത്തിന്റെ പ്രതീകമാണ്. മതവും നീതിയും. യഥാർത്ഥ മുസൽമാൻ വെറും ആചാരപരമായ ഇബാദത്ത് ചെയ്യുന്നവനല്ല, മറിച്ച് നീതിയോടെയും മനുഷ്യത്വത്തോടെയും ജീവിക്കുന്നവനാണെന്ന് നാസിർ ഒടുവിൽ അംഗീകരിക്കുന്നു. അവന്റെ അമ്മയുടെ ദാർശനിക നിർവചനം എല്ലാവരുടെയും ക്ഷേമത്തിനായി ചെയ്യുന്ന പ്രവൃത്തി ഇബാദത്താണ് ഇപ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്നു. അഹങ്കാരത്തിന്റെ നാശം. താൻ ഫിർദൌസിനോട് ചെയ്ത അതിക്രമങ്ങളുടെ മൂലകാരണമായിരുന്ന തന്റെ പുരുഷാധിപത്യ അഹങ്കാരത്തെയും സ്ത്രീയെ ചെരിപ്പായി കണക്കാക്കുന്നത് അവൻ തിരിച്ചറിയുന്നു. ഈ സമ്മതം അവന്റെ മാനസികാരോഗ്യത്തിലേക്കുള്ള ആദ്യപടിയാണ്. 2. ഹരീഷ് ചന്ദ്ര പ്രചോദനത്തിന്റെ ഉറവിടം. ഹരീഷ് ചന്ദ്ര നൽകിയ പ്രതീകാത്മക ശിക്ഷ നാസിറിന് ഏറ്റവും വലിയ പരിഷ്കരണമായി മാറുന്നു. ക്ഷമയുടെ ശക്തി. പരമാവധി ശിക്ഷ നൽകാൻ അധികാരമുണ്ടായിട്ടും വ്യക്തിപരമായ കാരണങ്ങളുണ്ടായിട്ടും ഹരീഷ് ചന്ദ്ര ഔദാര്യം കാണിച്ചു. ഈ ഔദാര്യം നാസിറിന്റെ സഹജമായ വിദ്വേഷത്തെ തകർക്കുന്നു. തന്റെ സ്വന്തം സമുദായത്തിലെ പലരെക്കാളും മനുഷ്യത്വമുള്ള ഒരു കാഫിർ തന്നോട് ക്ഷമിച്ചുവെന്ന് നാസിർ മനസ്സിലാക്കുന്നു. പുതിയ ദിശ. തന്റെ ശിക്ഷയുടെ ബാക്കിയുള്ള 6 മാസങ്ങളെ ഒരു പുതിയ അടിത്തറ പണിയാനുള്ള അവസരമായി നാസിർ കാണുന്നു. അവന്റെ മതഭ്രാന്തമായ ചിന്തയിൽ നിന്ന് ആഗോള ചിന്തയിലേക്കുള്ള മാറ്റം. 75% ജനസംഖ്യയുടെ ചിന്തകൾ വായിക്കുന്നത് അവന്റെ മാനസിക ചക്രവാളത്തിന്റെ വികാസത്തെ സൂചിപ്പിക്കുന്നു. 3. സത്യസന്ധനായ ഹരീഷ് ചന്ദ്ര എന്നതിനായുള്ള തിരച്ചിൽ. തന്റെ ആത്മീയ യാത്ര ഹരീഷ് ചന്ദ്രയുടെ പേരുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് ആരംഭിക്കാനുള്ള നാസിറിന്റെ തീരുമാനം അത്യധികം പ്രതീകാത്മകമാണ്. സത്യവും പേരും. അതുവരെ വ്യാജമായ അഹങ്കാരത്തിലും വളച്ചൊടിച്ച് സത്യത്തിലും ജീവിച്ചിരുന്ന നാസിർ ഇപ്പോൾ സത്യസന്ധനായ ഹരീഷ് ചന്ദ്രയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം നേടാൻ ആഗ്രഹിക്കുന്നു. ഇത് അവന്റെ ആന്തരിക മാറ്റത്തെ ദൃഢീകരിക്കുകയും അവനെ മനസ്സാക്ഷി, സത്യസന്ധത, മാനവികത എന്നീ മൂല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഉപസംഹാരം. ജയിലർക്ക് എഴുതിയ അപേക്ഷ നാസിറിന്റെ തീരുമാനത്തിന്റെ ഗൗരവം പ്രകടമാക്കുന്നു. അവൻ ഇപ്പോൾ സജീവമാണ്. തന്റെ പുതിയ ജീവിതയാത്ര ആരംഭിക്കാൻ ഉത്സുകനുമാണ്. എപ്പിസോഡ് 10 അവസാനിച്ചു.